നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലങ്കര ജലാശയത്തിലെ ദ്വീപുകളിൽ നിന്ന് വൻതോതിൽ മരങ്ങൾ വെട്ടിക്കടത്തുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ വീതം നൽകുമെന്ന് മന്ത്രി PJ ജോസഫ്. മണക്കാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. 17 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. മലങ്കര ജലാശയത്തിലെ ദ്വീപുകളിൽ നിന്ന് വൻതോതിൽ മരങ്ങൾ വെട്ടിക്കടത്തുന്നു. തേക്ക് മുതൽ വട്ട വരെയുള്ള മരങ്ങൾ വെട്ടിക്കടത്തിയിരിക്കുകയാണ്. മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ദ്വീപിൽ 60 ഇഞ്ചിലേറെ വണ്ണമുള്ള മരങ്ങൾ വനംകൊള്ള മൂലം അപൂർവമായിരിക്കുകയാണ്. സമീപത്തു തന്നെ വനംവകുപ്പിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുമ്പോഴാണ് ഈ വനംകൊള്ള. മലങ്കര ജലാശയത്തിലെ സസ്യനിബിഡമായ ദ്വീപുകൾ വനംകൊള്ളക്കാർ വെട്ടിവെളിപ്പിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അധികമാരും കടന്നു ചെല്ലുന്നില്ല എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് വനംകൊള്ളക്കാർ തടികൾ മുഴുവൻ വെട്ടിക്കടത്തുന്നത്. വിലപിടിപ്പുള്ള തേക്കുകൾ മുതൽ പാഴ്മരങ്ങൾ വരെ വെട്ടിക്കടത്തിയിരിക്കുകയാണ്. 60 ഇഞ്ചിലധികം വണ്ണമുള്ള തടികളുടെ കുറ്റികൾ പരക്കെ കാണാം. വെട്ടിക്കടത്തിയ മരങ്ങളുടെ തലപ്പുകളും വ്യാപകമായി ഇവിടെ കാണാം. നേരത്തെ വെട്ടിമാറ്റിയ മരങ്ങളിൽ പലതിൻ്റെയും കുറ്റികൾ തളിർത്തു തുടങ്ങിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ വെട്ടി ജലാശയത്തിൻ്റെ കരയിലെത്തിക്കുന്നതാണ് രീതി. തുടർന്ന് രാത്രികാലങ്ങളിൽ തടാകം വഴി കരക്കെത്തിച്ച് വാഹനങ്ങളിൽ കയറ്റിയാണ് കടത്തുന്നത്. നേരത്തെ മുതൽ വനംകൊള്ളയുണ്ടെങ്കിലും സമീപകാലത്ത് ഇത് വ്യാപകമായിരിക്കുകയാണ്. കാടുകൾ നിറഞ്ഞ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകൾ വിവിധയിനം നീർപക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. കാടുകൾ വെട്ടിവെളിപ്പിക്കുന്നത് ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുകയാണ്. മലങ്കര ജലാശയം കേന്ദ്രീകരിച്ച് വൻ ടൂറിസം പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്നത്. മലങ്കരയുടെ പ്രധാന ആകർഷണം ഈ പച്ചത്തുരുത്തുകളാണ്. എന്നാൽ കാട്ടുകള്ളന്മാർ ഈ തുരുത്തുകളുടെ പച്ചപ്പ് എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ മുൻകൂറായി നൽകുമെന്ന് മന്ത്രി PJ ജോസഫ്. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നടന്ന വരൾച്ച ദുരിതാശ്വാസ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തര ഘട്ടങ്ങളിൽ വാഹനങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ മുൻകൂറായി നൽകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നടന്ന വരൾച്ച ദുരിതാശ്വാസ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻകൂറായി തുക നൽകുന്നതിന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ, വാർഡ് അംഗം, സെക്രട്ടറി എന്നിവർ ശുപാർശ ചെയ്താൽ പണം ലഭിക്കും. തടയണകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ വിഷയം ചർച്ച ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ പഞ്ചായത്തിനും വെള്ളം കൊടുക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ട് പണ്ട് പ്രശ്നമല്ലായിരുന്നു. ഈ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതിപ്പോ അതിന്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും മാലിന്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യമായ ടാങ്കർ ലോറികൾ ക്രമീകരിക്കണം. പൈപ്പ് ലൈൻ വിപുലീകരണത്തിന് വേണ്ട അപേക്ഷ പഞ്ചായത്തുകൾ വാട്ടർ അതോറിറ്റിക്കും കളക്ടർക്കും നൽകണം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പഴയതായതിനാൽ കൂടെ കേടാകുന്നതായ ആരോപണം ഉയർന്നപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഇതിന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ കളക്ടർ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ് ഇല്ലാത്ത ഇടങ്ങളിൽ ദൂരെ നിന്നായാലും വെള്ളം കൊണ്ടുവരണമെന്നും അതിനുള്ള ഫണ്ട് സർക്കാർ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കുടിവെള്ളം വിതരണം ചെയ്ത പഞ്ചായത്തുകൾക്ക് കിട്ടാനുള്ള തുക അടുത്ത ദിവസം തന്നെ ലഭ്യമാക്കും. തൊടുപുഴ നഗരസഭയിലെ 9 പദ്ധതികളിൽ 75% പണി പൂർത്തിയായി. ഇത് പൂർത്തീകരിക്കാനുള്ള 27 ലക്ഷം രൂപ ലഭ്യമായാൽ ഉയർന്ന എല്ലാ പ്രദേശത്തും 1 മാസത്തിനുള്ളിൽ വെള്ളം ലഭ്യമാക്കാൻ കഴിയുമെന്ന് നഗരസഭാ അധ്യക്ഷൻ യോഗത്തിൽ അറിയിച്ചു. ഈ തുക ലഭ്യമാക്കാൻ നടപടിയെടുക്കാമെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ പഞ്ചായത്തുകളിൽ വാഹനങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടെന്ന് അധികൃതർ യോഗത്തിൽ അറിയിച്ചു.
പോയിന്റിനെയാണ് നികുതിയുക്ത വെറുതെ ചെയ്യേണ്ട വർക്കായിട്ട് കാണിച്ച് കൺട്രോൾ ആവശ്യപ്പെട്ട ഫണ്ട് വെള്ളം അടിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ വെള്ളം ആവശ്യപ്പെട്ട ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം അടിച്ചു തുടങ്ങിയാലുള്ള നമ്മുടെ പ്രശ്നം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റുകളിൽ നിൽക്കില്ല എന്നുള്ളത് മാത്രമാണ്. മാർച്ച് 31 വരെ 6,86,500 രൂപ ബില്ലായിരുന്നു. 4 വണ്ടി ഫുൾ ടൈം വെള്ളം അടിക്കുകയാണ്. സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ സാറിനോട് പറയേണ്ട കാര്യമില്ല. ഈ വരൾച്ചയെപ്പെടുത്തി കുറച്ച് പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ നടത്താൻ സൗകര്യം ഉണ്ടാക്കി തന്നാൽ അതിനുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കേടായ പൈപ്പ് ലൈനുകൾ അടിയന്തരമായി മാറ്റുന്നതിനുള്ള ശുപാർശ അംഗീകാരത്തിന് നൽകിയിട്ടുണ്ടെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ ടി ജെ ജോസഫ്, സബ് കളക്ടർ മുഹമ്മദ് വൈൻ സഫീറുള്ള, തഹസിൽദാർ ജോയി കുര്യാക്കോസ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ജോസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാലുകൊഴിഞ്ഞ് കിണറ്റിൽ അകപ്പെട്ടയാളെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. മേലുകാവ് സ്വദേശി 42 വയസ്സുള്ള രാജുവിനെയാണ് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയത്. മലങ്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണർ വൃത്തിയാക്കുന്നതിനിടെ തിരിച്ചു കയറുന്നതിനിടയിൽ കാലുകൊഴിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് തൊടുപുഴയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് രാജുവിന് വലയുപയോഗിച്ച് കരയ്ക്ക് കയറ്റി. കാലിന് സാരമല്ലാത്ത പരിക്കേറ്റു. രാജു തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണക്കാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. ഇതുവരെ 17 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണക്കാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. കുന്നത്തുപാറ, ചൊറികണ്ണംപാറ, മണക്കാട്, പുതുപ്പരിയാരം, നെടിയശാല, പെരിയാമ്പ്ര, വാഴപ്പള്ളി, മുണ്ടന്മല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിരിക്കുന്നത്. 17 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായി മണക്കാട് PSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബൈജു TS പറഞ്ഞു. മലിനമായ കുടിവെള്ളത്തിലൂടെ മഞ്ഞപ്പിത്തം പടരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ മണക്കാട് പഞ്ചായത്തിൽ ആകെ ഇപ്പോൾ ഏകദേശം ഒരു 18 ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ഈ വള്ളിമലക്കുന്ന് വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ഹെപ്പറ്റൈറ്റിസ് കാണുന്നത്. പിന്നെ വഴിത്തല ഏരിയയിലും അതുപോലെ തന്നെ പെരിയാമ്പ്ര ഏരിയയിലുമായിട്ട് 4ഉം 2ഉം കേസുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കൂടുതലായിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് ഈ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള രോഗം കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിൻ്റെ ദൗർബല്യവും അതുപോലെ തന്നെ നമ്മൾ നല്ല വാട്ടർ സപ്ലൈ ഇല്ലാത്തതുമാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു മാർഗം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ കൂടി ടൗണുകളിലൊക്കെ പോകുമ്പോൾ തന്നെയാണെങ്കിൽ അവിടെ നമ്മൾ നാരങ്ങ വെള്ളം അങ്ങനെയുള്ള ശീതള പാനീയങ്ങളുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുന്നതും നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഏരിയയിൽ മണക്കാട് പഞ്ചായത്തിൽ നമ്മൾ ഇതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ കഴിവതും വീടുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുകയും ശുദ്ധമായ ജലം ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുറത്തു പോകുമ്പോൾ ശീതളപാനീയങ്ങൾ കഴിക്കാതിരിക്കുകയും അതുപോലെ തന്നെ വീടുകളിൽ ലഭിക്കുന്ന ജലം തിളപ്പിച്ചാറിച്ച് നമ്മൾ കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എ തടഞ്ഞു നിർത്താൻ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ ക്ലോറിനേഷൻ്റെ അളവൊന്ന് കൂട്ടാനും അതേപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാനും അതുപോലെ അനലൈസ് ചെയ്യാനുമുള്ള ഒരു നിർദ്ദേശം വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. അത് അധികം താമസിക്കാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. ആശുപത്രിയിലെത്താതെ നാടൻ ചികിത്സ തേടുന്നവരും കുറവല്ല. ഇവരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന് ലഭ്യമല്ല. വിതരണം ചെയ്യപ്പെടുന്ന കുടിവെള്ളം വേണ്ടത്ര ശുചീകരിച്ചതാണോ എന്ന ആശങ്കയും ശക്തമാണ്. ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം പടരുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് DYFI മണക്കാട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണക്കാട് പമ്പ് ഹൌസിൽ നിന്നുള്ള വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആരോഗ്യവകുപ്പ് പ്രദേശം സന്ദർശിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാസർഗോഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ E. അബ്ദുള്ള കുഞ്ഞി നയിക്കുന്ന റോഡ് സുരക്ഷ സന്ദേശയാത്ര തൊടുപുഴയിലെത്തി. മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജാഥ നടത്തുന്നത്.
തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ ജോയിന്റ് RTO CS ഡേവിഡ്, ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് കോര തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണത്തോടനുബന്ധിച്ച് റോഡ് സുരക്ഷാ ഫോട്ടോ പ്രദർശനവും ഫിലിം പ്രദർശനവും നടന്നു. ഓരോ ദിവസം ചെല്ലുമ്പോഴും വാഹന അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഞാനൊരു ഡേവിഡ് സാറിനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞത് 2008, 2009, 2010 കാലങ്ങളിൽ അല്പം കുറവുണ്ടായിരുന്നു എങ്കിൽ 2013 അത് വളരെ കൂടുതലായി ബസ് അപകടം അല്ലെങ്കിൽ റോഡ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെല്ലാം രീതിയിലുള്ള അപകടങ്ങളാണ് നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരാശരി ഒരു വർഷം കേരളത്തിൽ 6000-ഓളം ആളുകൾ അപകടത്തിൽ മരണപ്പെടുന്നു എന്ന ഒരു കണക്കാണ് നമുക്കുള്ളത്. പക്ഷേ അത് 2013 ആയപ്പോൾ അതിലേറെ വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ വാഹന അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടാണ്. ഏതാണ്ട് ഒരു 90% ഡ്രൈവിംഗ് നടത്തുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയുണ്ട്. ഒരു 6% യാത്രക്കാരുടെ അശ്രദ്ധയുണ്ട്. 4% റോഡിൻ്റെതായ. SNDP യോഗം കരിമണ്ണൂർ ശാഖ ഗുരുമന്ദിരം നടപ്പന്തൽ സമർപ്പണം ശനിയാഴ്ച വൈകിട്ട് 4-ന്. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. തൊടുപുഴ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിത്രകല, പോസ്റ്റർ രചന, കാർട്ടൂൺ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കും. 27-ന് രാവിലെ 10 മുതൽ തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. രജിസ്ട്രേഷൻ സമയം 9:30-നാണ്. സെന്റർ ഫോർ സയന്റിഫിക് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ 28-ന് 3 മുതൽ തൊടുപുഴ PWD റെസ്റ്റ് ഹൗസിൽ പ്രഭാഷണമുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലങ്കര ജലാശയത്തിലെ ദ്വീപുകളിൽ നിന്ന് വൻതോതിൽ മരങ്ങൾ വെട്ടിക്കടത്തുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ വീതം നൽകുമെന്ന് മന്ത്രി PJ ജോസഫ്. മണക്കാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. 17 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.